ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ, വലിയ വ്ളോഗൊന്നുമല്ല. ചെറിയ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ബ്യൂട്ടി പ്രോഡക്ട്സ് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതല്ലേ, അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ഈ റോഡിലോട്ട് പോകാൻ. ഷോർട്ട് കട്ട് ഒരു വഴിയൊന്നുമല്ല, ആ ഒരു തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വീട്, ആ വീടുണ്ട്, ആ വീടിൻ്റെ സൈഡിൽ കൂടെ പോകാം, റോഡിൽ ഇറങ്ങാൻ പെട്ടെന്ന്. അങ്ങനെ ഓട്ടോ വന്നു, അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ഇരിക്കുന്നേ? അങ്ങനെ ഇത് ഞങ്ങളൊരു പള്ളിയാണ് കേട്ടോ. ഇവിടെ മെഴുകുതിരി കത്തിക്കാൻ പോയി ഞാൻ. പിന്നെ അവിടെ ഒരു അങ്കൻവാടി ഉണ്ട്, CAK ഇനി അങ്കൻവാടി പോകാൻ കേട്ടോ, പുതിയ അങ്കൻവാടിയാണ്. പിന്നെ ഞാൻ ടവർ കാണിച്ചു തരാം. ഇന്നാൾക്ക് ഞാനൊരു വ്ളോഗ് ഇട്ടപ്പോൾ രാത്രി ആയിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ടവർ കാണാൻ പറ്റില്ല. ഇതാണ് ടവർ, മൊത്തം ഫിനിഷ് ആയിട്ടില്ല, പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ടവറിൻ്റെ കാര്യം എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയില്ല. ഞാൻ വെളിയിലൊക്കെ പോകുമ്പോഴാണ് എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാമല്ലോ റേഞ്ചിൻ്റെ കുറവ്, ഭയങ്കര കഷ്ടപ്പാടാണ് കോൾ ചെയ്യാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അഞ്ചൽ എത്തിയിട്ട് അമ്മയെ വിളിക്കാനായിട്ട് പോവാൻ മിഷൻ ഹോസ്പിറ്റലിൽ അമ്മ സ്വീപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അമ്മയെ വിളിക്കാനായിട്ട് പോവാണ്. കുറച്ച് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് പോയാൽ മതി മിഷനിലോട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കാത്തിരുന്നപ്പോഴേക്കും അമ്മ വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും റോഡിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ മിഷനിൽ നിന്ന് മെയിൻ റോഡിലോട്ട്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മോക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, ഞാൻ ഇങ്ങനെ ഉറക്കാതെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സിറ്റി. അങ്ങനെ ഞങ്ങൾ ബേക്കറിയുടെ അടുത്തെത്തി. ബേക്കറി കണ്ടപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബേക്കറി കയറിയപ്പോഴത്തേക്കും മോൾ ഉണർന്ന് കേട്ടോ. മണമൊക്കെ അടിച്ചപ്പോഴാന്ന് തോന്നുന്നു മോൾ ഉണർന്ന്. അങ്ങനെ ഞങ്ങൾ സീറ്റ് കിട്ടാൻ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ ഒരു ഫാമിലി എണ്ണീക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ 5 വടയും 2 ഷാർജ, നാരങ്ങ വെള്ളം, ചായ ഇതൊക്കെ ഓർഡർ ചെയ്തു. മോളാണെങ്കിൽ വട മാത്രമേ കഴിച്ചുള്ളൂ, ഷാർജയൊന്നും കുടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. ഏട്ടനെ വിളിച്ചാൽ ഞങ്ങൾ 5 ഉണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഏട്ടൻ വർക്ക് കഴിഞ്ഞു അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഏട്ടനും വന്നു കൂടെ. അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ 50 രൂപയ്ക്ക് നാരങ്ങ വിൽക്കുന്നുണ്ട്. അങ്ങനെ നാരങ്ങയോടെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട എത്താറായി. സാവരിയ എന്നുള്ള പേരുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ എല്ലാ പ്രോഡക്ട്സും എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സും കിട്ടുന്നുണ്ട്, അവൈലബിൾ ആണ്. ഫാൻസി എല്ലാം ഉണ്ട്, ബ്രൈഡൽസ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇയറിങ്സ് ഒക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചു തിരിച്ച് വീട്ടിലോട്ട് ഞാനും ഏട്ടനും ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വഴിയെത്തി.
അങ്ങനെ ഏട്ടൻ മുമ്പ് നടന്നു പോയി. ഞാൻ മന്ദം മന്ദം ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പുറമെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു കോലമായി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് പോയി എല്ലാം ഉറിഞ്ചി തന്നു. ഞാൻ വെറുതെയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി. ഇനി ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. വലുതായിട്ടൊന്നും ഇല്ല, കാണിച്ചു തരാം. ഇത് വിറ്റ മാരിയുടെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു, നല്ല ടേസ്റ്റാണ്. മോക്ക് വേണ്ടി മേടിച്ച കേട്ടോ. ആരോ റൂട്ട് കിട്ടിയില്ല, അങ്ങനെ വീറ്റ മാരി മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് മേടിച്ചായിരുന്നു, ആ ഫ്രിഡ്ജിലിരിക്കുന്നു. ലാക്മേയുടെ കോമ്പാക്ട് പൗഡർ മേടിച്ചു, ഫോറെവർ മാറ്റിയുടെ. പിന്നെ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു കൺസീലർ മേടിച്ചു. പിന്നെ ധാത്രിയുടെ ഒരു മോയ്സ്ചറൈസിങ് ആലോവേര ബ്യൂട്ടി ജെൽ ബോഡി ആൻഡ് ഫേസ് അത് മേടിച്ചു. എന്താണ് പ്രൈമറിന് പകരം ഞാൻ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് സ്വിസ് ബ്യൂട്ടിയുടെ അത് മേടിച്ചു. പിന്നെ ലാക്മിയുടെ ഫോറെവർ മാറ്റെ ഫൗണ്ടേഷൻ മേടിച്ചു. എല്ലാം ഞാൻ ചെറുതാട്ടോ മേടിച്ചത്. ഇപ്പോഴെല്ലാം ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ വലുതൊക്കെ മേടിച്ചു. പിന്നെ കളർ സെൻസിൻ്റെ എന്താണ് സെറ്റിംഗ് സ്പ്രേ ഉണ്ടല്ലോ, മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ, അത് മേടിച്ചു. അപ്പോഴേ ഇത്രയേ മേടിച്ചുള്ളൂ. ഞാൻ വലുതായിട്ടൊന്നും മേടിച്ചില്ല. ഞാൻ ഇയറിങ്സ് ഒന്നും മേടിച്ചില്ല. എനിക്ക് ഭയങ്കര ക്രേസാണ് ഇതിനകത്തോട്, പക്ഷേ ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ